നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇന്നൊരു പുതിയൊരു വീഡിയോയാണ്. ഇന്ന് ഒരു അബദ്ധം പറ്റിയ കഥയാണ് ഇവിടെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോഴേ ഞാൻ ആദ്യം വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പം വീഡിയോ നല്ലതായിട്ട് ഇന്ന് എടുക്കാം, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണിക്കാം എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ നമ്മൾ കരുതുന്നത് പോലൊന്നും അല്ലല്ലോ. അപ്പോഴേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് രാവിലത്തെ കാപ്പിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോഴേ അതിന് വേണ്ടുന്ന ഇഡലി മാവൊക്കെ, അതായത് ഇഡലിക്ക് വേണ്ടി ഞാൻ ഇന്നലെ അരിയൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് അത് രാത്രി ഒരു 10 മണിയായപ്പോഴേ ഞാൻ അരച്ച് ശരിയാക്കി വെച്ചിരുന്നു. കൂടെ കടലയും കുതിർത്ത് വെച്ചിരുന്നു കറി വയ്ക്കാനായിട്ട്. രാവിലെ വന്ന് നോക്കിയപ്പോഴേ മാവ് കുതിർന്നിട്ടില്ലായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്തു കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ, അപ്പോഴേ നമുക്ക് പിന്നീട് അതുണ്ടാക്കാം, കടലക്കറി ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കടലക്കറി വെച്ചു. അതിന് ശേഷം പിന്നെ നോക്കിയപ്പോഴത്തേക്കിനും ഇഡലി മാവ് നല്ലതായിട്ട് കുതിർന്നു വന്നു. പിന്നെ ഞാൻ ആ മാവിൻ്റെ അകത്ത് ഉപ്പുപൊടി ഇട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് അത് ഒന്ന് നീരാക്കി മാവിലോട്ടൊഴിച്ച് ഒന്ന് കലക്കി. ഉപ്പുപൊടി ഇടുന്നുടനെ അങ്ങും ഇങ്ങൊക്കെ പറ്റി ഇരിക്കുമല്ലോ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നീരാകുമ്പോൾ എല്ലായിടത്തും ഇളകി ഒരുപോലെ ആകുമല്ലോ. അപ്പോഴേ ഞാൻ ഇന്നലെ മിക്സഡ് ജാറും ഇതൊക്കെ കഴുകി ഒഴിച്ചപ്പോഴേ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അപ്പോഴേ ഞാനതൊന്നും വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, വെള്ളമായതും ഒന്നും. പിന്നെ ഇന്നിപ്പം ഉപ്പുനീരോടൊഴിച്ച് ഒന്നുകൂടെ വെള്ളമാക്കി. ഇപ്പോൾ ഒരു പമ്പാനദി പോലെയായി ഇപ്പം നമ്മുടെ ഇഡലി മാവ്. അപ്പോഴും ഞാൻ ഓർത്ത് ഒത്തിരി ദിവസമായി ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നും ചപ്പാത്തിയും, അതായത് ഇടിയപ്പം, ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഓരോന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് ദിവസമായല്ലോ ഇഡലി ഉണ്ടാക്കിയിട്ട്. അപ്പം ഇഡലി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ അരച്ച് വെച്ചു. ആശ്വാസത്തോടിരുന്നു. രാവിലെ ഇഡലി ഉണ്ടല്ലോ, പിന്നെ കടലക്കറിയും വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നു. ഇപ്പം ഇഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഡലി പാത്രമൊക്കെ അടുപ്പേ വെച്ച് വെള്ളമൊക്കെ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പം പിന്നെ ഇഡലി തട്ടിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തു. ഇഡലി ഇളകി വരണ്ടായോ, അങ്ങനെയൊക്കെ ഇഡലി വെക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ ഇഡലി മാവ്, അരിമാവ് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഡലി തട്ടൊക്കെ വെച്ചു, എണ്ണ പുരട്ടിയ തട്ടാണ്. തട്ടൊക്കെ വെച്ച് തീയൊക്കെ നല്ല ഉയർത്തി കൊടുത്ത് പിന്നെ നമ്മുടെ മാവെടുത്ത് ഒഴിക്കാൻ ആരംഭിച്ചു. അപ്പോഴേ ഒഴിക്കാൻ ആരംഭിച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെള്ളമായി പോയി, ഒഴി നടക്കുകയാണ്. തട്ടിൻ്റെ അകത്തൂടെ തട്ട് നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പം പിന്നെ ഉരുള് പൊട്ടിയതുപോലായിപ്പോയി ഇന്നത്തെ ഇഡലി മാവ്. പിന്നെന്ത് ചെയ്യും? അടുത്ത തട്ടോടെ വെച്ച് അതുപോലെ തന്നെ കോരി ഒഴിച്ചു. അബദ്ധം ഒന്നും വീഡിയോയിൽ മനസ്സിലാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങളെ വീഡിയോ നല്ലത് തന്നെയല്ലല്ലോ കാണിക്കേണ്ടത്, നമുക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ കഥയും പറയണ്ടേ. അപ്പോഴാ വീഡിയോ തന്നെ എടുത്തിടാം എന്ന് വിചാരിച്ചാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴേ തട്ടിലെല്ലാം മാവ് കോരി ഒഴിച്ച് അത് അടച്ചു വെച്ചു, വേഗട്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ദോശക്കല്ലെടുത്തൊന്ന് ദോശ ഉണ്ടാക്കിക്കോളാം. അപ്പോഴേ ദോശക്കല്ലെടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേ പിന്നെ എന്നെ മനസ്സിലായി കുറച്ച് ദിവസമായല്ലോ ദോശക്കല്ല് വെച്ച് ദോശ ഉണ്ടാക്കിയിട്ട്, അപ്പം ദോശക്കല്ല് ഇളകാനും ചാൻസ് ഇല്ല. അപ്പോഴേ പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തുകൊണ്ട് വന്ന് അതിൽ കോരി ഒഴിച്ചു ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേ അവിടെയും എനിക്ക് ചതിവ് കിട്ടിയ കഥയാണ് വീണ്ടും. പിന്നെ തീയൊക്കെ കത്തിച്ച് തവ ചൂടായപ്പോഴേ ദോശമാവ് കോരി ഒഴിച്ചു. അപ്പോഴേ ആശ്വാസമായി. നമ്മുടെ കണക്ക് മാഷ് വൃത്തം പഠിപ്പിച്ചല്ലോ, ആ വൃത്തത്തിനേക്കാളും സൂപ്പർ വൃത്തത്തിൽ ഞാൻ നമ്മുടെ ദോശമാവ് ഒഴിച്ച് ചുട്ടെടുക്കാൻ നോക്കി.
അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. തവയ്ക്ക് നല്ല ചൂട് ആയിരുന്നു, അതുകൊണ്ട് സ്വല്പം കരിവ് പോലെ തട്ടിയിട്ടുണ്ട്, 1-2 പിന്നെ ബാക്കിയുള്ളതിന് കുഴപ്പമില്ല. പിന്നെ ഇഡലി, നമ്മുടെ വവ്വാലിൻ്റെ ചിറക് പോലെയുള്ള ഇഡലിയും ഉണ്ടാക്കി. അപ്പോഴേ ഇന്നത്തെ കാപ്പി അങ്ങനെ കുടിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.